ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ കരുണ ദുർഗയോട് പറയുന്നുണ്ട്, കണ്ണനും മഹാലക്ഷ്മിയും തമ്മിൽ സ്നേഹം പങ്കിടുന്നത് കാണാൻ എനിക്ക് വയ്യ. അതുകൊണ്ട് അമ്മയുടെ മകനുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കാൻ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഒരു പക്ഷേ അയാൾ ഇനി മല ചവിട്ടിയത് നടന്നാണോ എന്ന് ചോദിക്കുമ്പോൾ അത് കേട്ട് ഒന്ന് ഞെട്ടുന്നുണ്ട് കേട്ടോ ദുർഗ. അപ്പോൾ ദുർഗ പറയുന്നുണ്ട്, എന്തൊക്കെ സംഭവിച്ചാലും അതൊരിക്കലും സംഭവിക്കാൻ പോകുന്നില്ല മോളെ എന്ന് പറയുമ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ അപ്പുറത്തെ ഭാഗ്യമാണ് മഹാലക്ഷ്മിക്കുള്ളത്. അതുകൊണ്ട് എന്തും സംഭവിക്കും എന്ന് പറഞ്ഞുകൊണ്ട് കലിതുള്ളാണ് കേട്ടോ കരുണ. പിന്നീട് മാർക്കോയുടെ കയ്യിൽ നിന്നും ഒരു വിധത്തിൽ രക്ഷപ്പെട്ട മേഘൻ വീട്ടിലെത്തുന്നു. തുടർന്ന് സീമന്തിനി പറയുന്നുണ്ട്, ആ മാർക്കോ നിൻ്റെ അച്ഛനെ ഇപ്പോൾ ഫോണിൽ വിളിച്ചിരുന്നു എന്നും നിന്നെ കയ്യിൽ കിട്ടാൻ കാത്തിരിക്കുകയായിരുന്നു എന്ന് പറയുമ്പോൾ വാമൻ പറയുന്നുണ്ട്, എത്ര ഉറപ്പുള്ള വാതിലാണെങ്കിലും അവൻ അതൊന്നും ഒരു പ്രശ്നമല്ല. അവൻ ഇതെല്ലാം പൊളിച്ച് നിൻ്റെ തലമണ്ട അടിച്ചു പൊട്ടിക്കും. അതുകൊണ്ട് അവൻ്റെ കയ്യിൽ കിട്ടാതെ എത്രയും വേഗം ഇവിടെ നിന്നും മാറി നിൽക്കുന്നതാണ് നല്ലതെന്ന് വാമൻ പറയുമ്പോൾ അത് കേട്ട് ഭയപ്പെടുന്നുണ്ട് കേട്ടോ മേഘൻ. രാവിലെ തന്നെ അവിടെ നിന്നും സ്ഥലം വിടാനും മേഘൻ തീരുമാനിക്കുന്നുണ്ട്. തുടർന്ന് ആ മാർക്കോയുടെ കൈകൊണ്ട് ഇവൻ ചാവാതിരിക്കാൻ ഇവൻ്റെ ആയുസ്സിന് വേണ്ടി നീ പ്രാർത്ഥിച്ചോ സീമന്തിനി എന്നെല്ലാം വാമൻ പറയുന്നുണ്ട് കേട്ടോ സീമന്തിനിയോട്. പിന്നീട് കാണിക്കുന്നത് കണ്ണൻ നടക്കുന്നതും കണ്ണനും മഹാലക്ഷ്മിയും തമ്മിലുള്ള സന്തോഷ നിമിഷങ്ങളെല്ലാം സ്വപ്നം കണ്ട് ഞെട്ടി ഉണരുകയാണ് കരുണ. അപ്പോൾ ഉണർന്നിട്ടും ആ സ്വപ്നം കരുണയുടെ മനസ്സിനെ വല്ലാതെ തന്നെ അസ്വസ്ഥമാക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് മഹിയാണെങ്കിൽ പൂജാമുറിയിൽ കയറി അയ്യപ്പനെ തൊഴുത് അടുക്കളയിലേക്ക് വരുന്നു. അപ്പോൾ കരുണയെ കാണുന്നതും, നിനക്ക് ചായ വേണോ, നീ ഇന്നലെ ശരിക്കും ഉറങ്ങിയില്ല എന്ന് തോന്നുന്നു എന്നെല്ലാം മഹി ചോദിക്കുമ്പോൾ, ഞങ്ങളുടെ ഉറക്കം കെടുത്താൻ വേണ്ടിയിട്ടല്ലേ നീ ഇന്നലെ അയാളെയും കൂട്ടി ഇവിടേക്ക് കയറി വന്നത് എന്ന് പറയുമ്പോൾ, ഞാനും കണ്ണേട്ടനും ആരുടെയും ഉറക്കം കെടുത്താൻ വേണ്ടിയിട്ട് ഒന്നും ചെയ്യാറില്ല. നിങ്ങളെല്ലാവരും കൂടി ചെയ്യുന്നതിൻ്റെ തന്നെയാണ് നിങ്ങൾ അനുഭവിക്കുന്നത് എന്ന് നല്ല മറുപടി തന്നെ മഹാലക്ഷ്മി കരുണയ്ക്ക് കൊടുക്കുന്നുണ്ട്. അങ്ങനെ മഹി ചായ ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇതേ സമയം വെളുപ്പം കാലത്ത് കാണുന്ന സ്വപ്നങ്ങൾ ഭരിക്കൂ എന്നാണ് പറയുന്നത്. ഇനി ഞാൻ സ്വപ്നത്തിൽ കണ്ട കാര്യങ്ങൾ കണ്ടതുപോലെ അയാൾ നടന്നു തുടങ്ങിയോ എന്നെല്ലാം ആലോചിച്ച് വല്ലാതെ തന്നെ അസൂയപ്പെടുന്നുണ്ട് കേട്ടോ കരുണ. അതൊന്ന് അറിഞ്ഞിട്ട് തന്നെ കാര്യം. അങ്ങനെ ഇവിടെയുള്ളവരെ രണ്ടുപേരും ചേർന്ന് മണ്ടന്മാരാക്കണ്ട എന്ന് മനസ്സിൽ തീരുമാനമെടുത്തുകൊണ്ട് കരുണ മഹാലക്ഷ്മി കാണാതെ നേരെ അവരുടെ മുറിയിലേക്ക് ചെല്ലുന്നു. അപ്പോൾ കണ്ണനാണെങ്കിൽ ഇതേ സമയം കണ്ണാടി നോക്കി മുടിയെല്ലാം ചീകി ഒതുക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് ആരുടെയും ഒരു കാൽപെരുമാറ്റം തിരിച്ചറിയുന്ന കണ്ണനാണെങ്കിൽ ഡോറിൻ്റെ സൈഡിലേക്ക് നോക്കുന്നുണ്ട്. ഇതേ സമയം കരുണയാണെങ്കിൽ കതക് തുറന്ന് നോക്കുമ്പോൾ അവിടെ ആ വീൽ ചെയർ ഇരിക്കുന്നത് കണ്ട് ഒന്ന് ഞെട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ താൻ കണ്ടതുപോലെ കാര്യങ്ങളെല്ലാം സത്യമാണോ എന്ന് ആലോചിച്ച് വല്ലാതെ തന്നെ ഭയപ്പെടുന്നുണ്ട് കരുണ. കണ്ണനാണെങ്കിൽ വേഗം തന്നെ കരുണയാണ് വന്നിരിക്കുന്നത് എന്ന് മനസ്സിലാക്കി വേഗം തന്നെ ബാത്റൂമിലേക്ക് കയറുന്നു. എന്നിട്ട് ഷവർ ഓൺ ചെയ്യുന്നുണ്ട്. തുടർന്ന് കരുണയ മുറിയിലേക്ക് കയറുന്നു. അപ്പോൾ ബാത്റൂമിൽ നിന്നും വെള്ളത്തിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ കരുണയ്ക്ക് ചെറിയൊരു ആശ്വാസം ആവുന്നുണ്ട്. ഓ, അയാൾ കുളിക്കുകയാണോ? എന്തായാലും ചികിത്സ കൊണ്ട് അയാളുടെ കാലുകൾക്ക് പുരോഗതി ഉണ്ടായിട്ടുണ്ട് എന്ന എൻ്റെ മനസ്സിലിരുന്ന് ആരോ പറയുന്നത് പോലെ എന്തായാലും അതൊന്ന് കണ്ടുപിടിക്കണം. അധിക നാളൊന്നും നിങ്ങൾക്ക് ഇതാരിൽ നിന്നും മറച്ചു വയ്ക്കാൻ കഴിയില്ല എന്നെല്ലാം കരുണ ഇങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് മേഘനാണെങ്കിൽ മാർക്കോയുടെ തല്ലുകൊണ്ട് ചാവാതെ മാർക്കോയെ പേടിച്ച് തൽക്കാലത്തേക്ക് അവിടെ നിന്ന് മാറി നിൽക്കാൻ തീരുമാനിക്കുന്നുണ്ട്. അപ്പോൾ മേഘനും മൂന്നാറിലേക്ക് തന്നെയാണ് പോകുന്നത്. പിന്നീട് കരുണ ദുർഗയോട് പറയുന്നുണ്ട്, താൻ കണ്ട സ്വപ്നത്തെക്കുറിച്ചെല്ലാം ദുർഗയോട് പറയുമ്പോൾ ദുർഗയും പറയുന്നുണ്ട്, ഞാനും അങ്ങനെ ഒരു സ്വപ്നം കണ്ടിട്ടുണ്ട് മോളെ. ആ ഒരു കാഴ്ച ഇപ്പോഴും എൻ്റെ മനസ്സിൽ നിന്നും മാഞ്ഞിട്ടില്ല. അതെങ്ങാനും സത്യമാവോ എന്ന് പേടിയുണ്ടെന്നൊക്കെ എല്ലാം ദുർഗ പറയുമ്പോൾ എന്തോ ഒന്ന് അയാളും അവളും നമ്മളിൽ നിന്നും മറച്ചു വെക്കുന്നുണ്ട് അമ്മേ. അതെന്താണെന്ന് നമുക്ക് കണ്ടെത്തണം എന്ന് പറയുമ്പോൾ അതെങ്ങനെ സാധിക്കും മോളെ? അവരുടെ മുറിയിലേക്ക് പോകാനൊന്നും നമുക്ക് കഴിയില്ലല്ലോ. അത് അവരെപ്പോഴും ലോക്ക് ചെയ്ത് വെച്ചിരിക്കില്ല. നമ്മൾ എങ്ങനെ അത് കണ്ടെത്തും എന്നെല്ലാം ദുർഗ ചോദിക്കുമ്പോൾ എല്ലാത്തിനും വഴി ഉണ്ടാക്കാമേ. അവരെന്തായാലും ഇവിടെ തന്നെയാണല്ലോ താമസിക്കുന്നത്. ഒരു ദിവസം ഞാനത് കണ്ടെത്തുന്നത് തന്നെ കരുണ പറയുന്നുണ്ട്. അപ്പോൾ ഇതേ സമയം കണ്ണനും മഹയും കൂടി റെഡി ആയിട്ട് വരികയാണ് കേട്ടോ ഹണിമൂണിന് പോകാനായിട്ട്. അപ്പോൾ ഇത് കാണുന്ന ദുർഗ ചോദിക്കുന്നുണ്ട്, നീയും ഇവളും കൂടി രാവിലെ തന്നെ ഇത് എങ്ങോട്ടാ മോനെ എന്ന് ദുർഗ ചോദിക്കുമ്പോൾ ഞങ്ങളൊരു ട്രിപ്പ് പോവാണ് മൂന്നാർക്ക്. ഇനി അവിടേക്കും ഞങ്ങളെ കൊല്ലാൻ വേണ്ടിയിട്ട് ആളെ വിടുമോ നിങ്ങളെല്ലാവരും കൂടി? കൊലപാതകളുടെ മനസ്സുമായിട്ട് കുടുംബത്തെ കടിച്ചു തൂങ്ങുന്നവരെ തൂത്തെറിയും ഞാൻ. എല്ലാവരെയും ആട്ടിപ്പുറത്താക്കി ഇയാളെ കൊണ്ട് ചാണകവെള്ളം തെളിയിക്കും. ഇത്രയും നാൾ നിങ്ങളെല്ലാവരും ഞങ്ങൾക്കെതിരായിട്ട് എന്തൊക്കെ ചെയ്തിട്ടും ഞാൻ അതൊന്നും ചെയ്യാതിരുന്നത് നിങ്ങളെയൊക്കെ ഞാൻ സ്വന്തം എന്ന് കരുതി സ്നേഹിച്ചതുകൊണ്ടാണ്. ഇനി അങ്ങനെ ഒരു ഔദാര്യം ആരും എന്നിൽ നിന്നോ ഇയാളിൽ നിന്നോ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. തുടർന്ന് കരുണയോടായിട്ട് കണ്ണൻ പറയുന്നുണ്ട്, ഇടി കരുണേ,
നീ എത്രയൊക്കെ ഇയാളെ വെറുത്തിട്ടും ഇയാളുടെ തകർച്ച കാണണമെന്ന് ആഗ്രഹിച്ചിട്ടും ഇയാൾ നിന്നെ ഇവിടെ നിന്നും ആട്ടി പുറത്താക്കാത്തത് നിന്നെ സ്വന്തം അനിയത്തിയായി കരുതി സ്നേഹിക്കുന്നത് കൊണ്ട് മാത്രമാണ്. ഇയാളുടെ സ്നേഹം നീ എന്തെങ്കിലും തിരിച്ചറിയും കരുണേ, അന്ന് നിനക്ക് പശ്ചാത്തപിക്കേണ്ടി വരും. നീ ഇയാളുടെ കാലിൽ പിടിച്ച് പൊട്ടിക്കരയും എന്നെല്ലാം പറഞ്ഞുകൊണ്ട് കണ്ണനും മഹിയും കൂടി പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ കണ്ണനും മഹാലക്ഷ്മിയും പോയതിന് ശേഷം അയാൾ നമുക്ക് തന്ന മുന്നറിയിപ്പ് കേട്ടില്ലേ അമ്മേ, നമ്മളെയൊക്കെ ഇവിടെ നിന്ന് ചവിട്ടി പുറത്താക്കുമെന്ന്. അവൾക്കിപ്പോൾ സന്തോഷമായി കാണും. അവളുടെയാണല്ലോ ഈ വീട്. ഇനി അയാൾ നമ്മളെ ഇവിടെ നിന്നും ആട്ടി പുറത്താക്കുന്നത് വരെ നമ്മളിവിടെ കാത്തു നിൽക്കണം. നമുക്ക് എൻ്റെ വീട്ടിലേക്ക് പോകുക എന്നെല്ലാം പറയുന്നുണ്ട് കേട്ടോ കരുണ. തുടർന്ന് പിന്നെ അവരുടെ ഈ യാത്രയ്ക്ക് പിന്നിലും എന്തോ ഒരു ലക്ഷ്യമുണ്ടമ്മേ. ഒരു പക്ഷേ ഇതവരുടെ ഹണിമൂൺ ട്രിപ്പ് ആണെങ്കിലോ? അയാൾക്ക് കാലുകൾക്ക് ചലനശേഷി കിട്ടിക്കാണും. ആരും കാണാതെ മൂന്നാർ പോയിട്ട് ആരും കാണാതെ അവളുടെ കൈയും പിടിച്ച് നടക്കാനായിരിക്കും ഈ പോക്ക് എന്നെല്ലാം കരുണ പറയുമ്പോൾ, അങ്ങനെ ആയിരിക്കുമോ മോളെ എന്ന് ദുർഗ പേടിയോടുകൂടി ചോദിക്കുമ്പോൾ, എങ്കിൽ ഞാനത് കണ്ടെത്തും അമ്മേ. അവരുടെ പുറകെ പോയിട്ടാണെങ്കിലും വേണ്ടില്ല, ഞാനത് കണ്ടെത്തുമെന്ന് തന്നെ തീരുമാനിച്ചുറപ്പിക്കുന്നുണ്ട് കേട്ടോ കരുണ. ശേഷം കരുണ പ്രതാപനെ വിളിക്കുന്നു. എന്നിട്ട് അയാളും അവളും കൂടി യാത്ര പോയിരിക്കുകയാണെന്നും അത് ഹണിമൂൺ ട്രിപ്പാണോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് നല്ല സംശയമുണ്ട് അച്ഛാ. അച്ഛനും മേഘേട്ടനും എൻ്റെ ഭർത്താവൊക്കെ ഇതുവരെ ചെയ്ത കാര്യങ്ങളെല്ലാം കൊളായി. പക്ഷേ ഇക്കാര്യത്തിലെങ്കിലും അച്ഛൻ എന്നോടൊപ്പം നിൽക്കാൻ പറ്റുമോ എന്ന് കരുണ ചോദിക്കുമ്പോൾ, അതെന്ത് ചോദ്യാ മോളെ? മോളുടെ സന്തോഷം കാണാൻ വേണ്ടിയിട്ടല്ലേ ഞാനും അമ്മയൊക്കെ ജീവിക്കുന്നത് തന്നെ എന്ന് പറയുമ്പോൾ, എങ്കിൽ നമുക്ക് അവരുടെ പുറകെ പോകണം അച്ഛാ. മൂന്നാർക്കെങ്കിൽ മൂന്നാർക്ക് എന്ന് പറഞ്ഞ് കരുണയും പ്രതാപനും കൂടിയിട്ട് കണ്ണൻ്റെയും മഹാലക്ഷ്മിയുടെയും പുറകെ യാത്ര തിരിക്കുകയാണ് കേട്ടോ, അവരെ പിന്തുടർന്നുകൊണ്ട്. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ സിദ്ധിയായിട്ടുള്ള അമ്മ മാർക്കോയോടായിട്ട് പറയുന്നുണ്ട്, കണ്ണൻ മോനും ലക്ഷ്മി മോളും അവരുടെ കുഞ്ഞ് എന്നുള്ള സ്വപ്നത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണെന്നും, പക്ഷേ ഇവിടെയും ശത്രുക്കൾ അവരെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. മോൻ്റെ ഒരു കണ്ണ് എപ്പോഴും അവരുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കണം എന്നെല്ലാം പ്രത്യേകം പറഞ്ഞ് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ കണ്ണനെയും മഹാലക്ഷ്മിയും പിന്തുടർന്ന് പോകുന്ന പ്രതാപനും കരുണയാണെങ്കിൽ ആ ഞെട്ടിക്കുന്ന സത്യം തിരിച്ചറിയുന്നുണ്ട്. അതായത് കണ്ണൻ്റെ കാലുകൾക്ക് സ്വാധീന ശക്തി കിട്ടി, കണ്ണൻ എല്ലാവരെയും പോലെ നടന്നു തുടങ്ങി, അവരൊരു ഹണിമൂൺ ട്രിപ്പിനായിട്ടാണ് പോകുന്നത് എന്നുള്ള ഒരു ഞെട്ടിക്കുന്ന സത്യം അവരെ വല്ലാതെ തന്നെ തകർത്ത് കളയുന്നുണ്ട്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം മഹാലക്ഷ്മി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിനായിട്ട്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്